എല്ലാവർക്കും നമസ്കാരം. ഫാൽക്കൺ അക്കാഡമിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളം പാഠഭാഗത്ത് നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടിരിക്കേണ്ടത് മുൻവർഷ ചോദ്യങ്ങളാണ്. കാരണം ഓരോ ഏരിയയിൽ നിന്നും എത്തരം രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ശൈലിയും പഴഞ്ചൊല്ലുകളും പ്രയോഗങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു പ്രയോഗമാണ് കച്ച കെട്ടുക എന്നത്. ഇതിന്റെ ആശയം എന്ത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം നമ്മളിപ്പോ പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് അല്ലെ. മുൻവർഷ ചോദ്യങ്ങൾ വെച്ച് തുടങ്ങാണ്. ഇപ്പൊ നമ്മൾ അതിനായിട്ട് കച്ച കെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് സന്നദ്ധനാവുക അല്ലെങ്കിൽ തയ്യാറാവുക എന്നുള്ള അർത്ഥത്തിലാണ് കച്ച കെട്ടുക എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. നമ്മളുടെ വീടുകളില് അച്ഛന്മാരൊക്കെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വല്ല സദ്യയോ അങ്ങനെയൊക്കെ തയ്യാറാക്കാനായിട്ട് ഒരുങ്ങുമ്പോ അവരിങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ ഒരു കച്ച പോലെ ഇങ്ങനെ തലയിൽ മുറുക്കി കെട്ടിയിട്ട് നാളികേരം ചെരുകുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഒരുപാട് പാട്ട് സീനിലും മലയാള സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കച്ച കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്നദ്ധനാവുക എന്നതാണ്, ഓർത്തു വെക്കണം. ഇവിടെ മരണപ്പെടുക എന്നൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ. മരണപ്പെടുക എന്ന് പറഞ്ഞാൽ തെക്കോട്ട് പോവുക എന്ന പ്രയോഗത്തിനർത്ഥം തെക്കോട്ട് പോവുക എന്നാൽ അത് മരണപ്പെടുക എന്നാണ്, ഓർത്തു വെക്കണം. ഇനി വടക്കോട്ട് പോവുക എന്നൊരു ശൈലിയുണ്ട്. എന്താണ് മക്കളെ വടക്കോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അത് കാശിക്ക് പോവുക എന്നാണ് കേട്ടോ. കാശിക്ക് പോവുക എന്നാണ് വടക്കോട്ട് പോവുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. അലയാഴി എന്ന പദം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അലയാഴി എന്ന പദം നമ്മളോട് പിരിച്ചെഴുതാൻ പറഞ്ഞിരിക്കുന്നു. അല അഴി, അല ആഴി, അലൈ അഴി, അലൈ ആഴി. ഒന്ന് വായിക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓപ്ഷൻ ബി, അല പ്ലസ് ആഴിയാണ് കൂടിച്ചേരുമ്പോ അലയാഴിയായിട്ട് മാറുന്നത്. അലയാഴി. എന്ത് മാറ്റം സംഭവിച്ചു? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സന്ധിയാണ് ഇവിടത്തെ. നമുക്കറിയാം രണ്ട് വർണ്ണങ്ങൾ, രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പോ യ് എന്നോ വ് എന്നോ പുതിയതായിട്ട് ഒരു വർണ്ണങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അത് 90% എന്ത് സന്ധിയായിരിക്കും? ആഗമസന്ധിയായിരിക്കും. ആഗമസന്ധി. ഒന്നിങ്ങോട്ടേക്ക് നോക്കിയേ മക്കളെ. ഇവിടെ നമ്മൾ കൊടുത്തത് എന്താ? ഇവിടെ നമ്മൾ കൊടുത്തത് അല പ്ലസ് ആഴി എന്നാണ്. ഞാൻ ഏറ്റവും തുടക്കക്കാർ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അറിയുന്ന കുട്ടികൾ ഒന്ന് ക്ഷമിച്ചേക്ക. അല പ്ലസ് ആഴിയാണ് കൂടിച്ചേരുമ്പോ അലയാഴിയായിട്ട് മാറുന്നത്. നമ്മൾ എപ്പോഴും ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോ ആ എന്നൊരു സംഭവം കാണുന്നുണ്ട്. ഈ ആ എന്നതിന് പകരമാണ് അല്ലെ, ആ എന്നതിന് പകരമാണ് ഈ ദീർഘം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിട്ടിയില്ലോ? ഇങ്ങോട്ടേക്ക് നോക്കുമ്പോ ല എന്നൊരു വർണ്ണമാണ് കാണുന്നത്. അല്ല ഇവിടെ കാണുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പുതിയ വർണ്ണം കാണുന്നുണ്ടല്ലോ. അതേതാണ്? അത് യ് എന്ന വർണ്ണമാണ് അല്ലെ. യ് എന്ന വർണ്ണമാണ് കാണുന്നത്. അങ്ങനെ പുതുതായി ഒരു വർണ്ണം അവിടെ ആഗമിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ആഗമസന്ധിയായിരിക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പോ പുതുതായി ഒരു അതിഥി വന്നു ചേരുകയാണെങ്കിൽ അത് ആഗമസന്ധിയാണ്. ഇവിടെ എന്ത് ആഗമിച്ചു എന്ന് ചോദിച്ചാൽ യ് എന്ന വർണ്ണം ആഗമിച്ചു എന്ന് തന്നെ പറയണം. PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഓപ്ഷനിൽ അവർ തന്നത് യാ എന്ന അക്ഷരം ആഗമിച്ചു എന്നാണ് തന്നത്. പിന്നീടാണ് യ് എന്ന വർണ്ണം ആഗമിച്ചു എന്നവർ പറഞ്ഞത്. ഏതാണ് ഉത്തരം? യ് എന്ന വർണ്ണം ആഗമിച്ചു എന്നതാണ് ഉത്തരം. അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ മക്കളെ. തലമുടി എന്നർത്ഥം വരാത്ത പദം ഏത് എന്നതാണ് ചോദ്യം. കുന്തളം, കുഴൽ, ചായൽ, തുഹിനം. ഇതിലേതാണ് തലമുടി എന്നർത്ഥം വരാത്തത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ മുടി അല്ലെ. നമ്മൾ പറയും പണ്ട് എന്റെ മുടിയൊക്കെ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ തലമുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്തളം നമ്മൾ ഉപയോഗിക്കും, കുഴൽ എന്ന പദം നമ്മൾ ഉപയോഗിക്കും. അതുകൂടാതെ ചായൽ അല്ലെ, തലമുടിയുടെ സൈഡിലോട്ട് ചില ആളുകൾ ഒരു സൈഡിലേക്കൊക്കെ മുടി ഇങ്ങനെ ചാച്ചൊക്കെ ഇടൂല. അപ്പൊ ചായൽ എന്ന് ഓർക്കണം. അപ്പൊ കുന്തളം, കുഴൽ, ചായൽ എന്നൊക്കെ പറഞ്ഞാൽ തലമുടി എന്ന അർത്ഥത്തിലാണ്. തുഹിനം അപ്പ കൂട്ടത്തിൽ പെടുന്നില്ല. എന്താണ് തുഹിനം എന്ന വാക്കിന്റെ അർത്ഥം? പറഞ്ഞോളൂ. എന്താണ് തുഹിനം? നീഹാരം. എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരണേ. തുഹിനം, നീഹാരം, പ്രാലേയം, ഹിമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ?
ഇതൊക്കെ എന്തിന്റെ പര്യായമാണ്? മഞ്ഞിന്റെ പര്യായമാണ് അല്ലെ? മഞ്ഞ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തുഹിനം, നീഹാരം, പ്രാലയം, ഹിമം ഒക്കെ മഞ്ഞ് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏതൊക്കെ എന്നതാണ്. എപ്പോഴും ചോദ്യം മുഴുവനായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കണം. ശരിയല്ലാത്തത് എന്നും പറഞ്ഞിട്ടും വരാറുണ്ട്. അപ്പൊ നോക്കുക, ശരിയായതാണോ ശരിയല്ലാത്തതാണോ, തെറ്റായതാണോ തെറ്റല്ലാത്തതാണോ എന്ന് മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഇവിടെ പറഞ്ഞത് ശരിയായത് കണ്ടെത്താനാണ്. ഉത്തരവാദിത്വം എപ്പോഴും തർക്കത്തിൽ നിൽക്കുന്ന ഒരു വാക്കാണ് ഈ ഉത്തരവാദിത്തം എന്നത്. അതായത് ആക്ച്വലി നമ്മൾ ഉത്തരവാദിത്തം എന്ന് എഴുതുമെങ്കിലും PSCയുടെ കണക്കില് നമ്മൾ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. ഉത്തരവാദിത്വം. അപ്പൊ PSC നമുക്ക് ഉത്തരവാദിത്വം ശരിയായിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കൃതജ്ഞത എന്നതും ശരിയാണ്. കൃതജ്ഞത എന്നതും ശരിയാണ്. അനന്തിരവൻ എന്നാണോ നമ്മൾ പറയുക? അല്ല. നമ്മൾ എങ്ങനെയാ പറയുന്നേ? അനന്തരവൻ എന്നാണ്. അനന്തരവൻ. അതുപോലെ കൃത്രിമം എന്നാണോ നമ്മൾ പറയുന്നേ? അല്ല. കൃത്രിമം എന്നാണ്. കൃത്രിമം. കിട്ടിയോ? കൃത്രിമം. അപ്പൊ 3 അപ്പൊ ഇതിൽ നോക്കിക്കേ, 2ഉം 4ഉം തെറ്റ്, 1ഉം 3ഉം ശരി. 1ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയത്. 2ഉം 4ഉം ശരിയായ രീതിയിൽ നമ്മൾ എഴുതാൻ പഠിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. ഉചിതമായ സ്ഥിതി എന്നർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒറ്റപ്പദം ഏത് എന്നാണ്. ഔചിത്യം, ഓജസ്, ഔന്നത്യം, ഉണ്മ. ഇതിലേതാണ് മക്കളെ ഉചിതമായ സ്ഥിതിക്ക് നമ്മൾ പറയുന്നത്? ഉചിതമായ സ്ഥിതിക്ക് നമ്മൾ പറയുന്നത് ഔചിത്യം എന്നാണ് അല്ലെ? ഉചിതമായ സ്ഥിതി എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒറ്റപ്പദമാണ് ഔചിത്യം എന്നത് ഓർത്തു വെച്ചിരിക്കണം. അടുത്ത് നോക്കൂ, ഋതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഋതം എന്ന വാക്കിന്റെ അർത്ഥം സത്യം എന്നാണ് അല്ലെ? ഋതം എന്ന് പറഞ്ഞാൽ സത്യമാണ്. അപ്പൊ നുണ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അത് ഓപ്ഷൻ സി അനൃതമാണ്. ഋതം വിപരീതം അനൃതം കറക്റ്റ് ആണ്. ഇനി ഋജു എന്ന പദത്തിന്റെ വിപരീതം എന്താണ്? ഋജു എന്ന പദത്തിന്റെ വിപരീതം അത് വക്രമാണ് അല്ലെ? ഋജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർരേഖയാണ്. വക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞതാണ്. ഓർത്തു വെക്കണം. അപ്പൊ ഋതം. പിന്നെ വേറൊരു വാക്കും കൂടി ഉണ്ട്, ഋണം ഉണ്ട്. ഋണം. ഋണത്തിന്റെ വിപരീതം എന്താണെന്നറിയാമോ മക്കളെ? അത് അനൃണമാണ് കേട്ടോ. ഋണം എന്നതിന്റെ വിപരീതം അനൃണമാണ്. ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. എടാ, 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ എന്നതാണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം 4-5 എന്ന പദം വിഗ്രഹിക്കുമ്പോ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരിക ഓപ്ഷൻ എ ആയിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? കൈ കാലുകൾ എന്ന പദം നമ്മൾ വിഗ്രഹിക്കുമ്പോ നമ്മൾ എങ്ങനെയാ വിഗ്രഹിക്കുന്നേ? കയ്യും കാലും എന്നാണ് അല്ലെ? കൈകാലുകൾ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ നമ്മൾ പറയും കയ്യും കാലും എന്നാണ്. രാപ്പകൽ എന്ന പദം വിഗ്രഹിക്കുമ്പോ നമ്മൾ എന്താ പറയാ മക്കളെ? രാപ്പകൽ ആണെങ്കിൽ അത് രാവും പകലുമാണ്. രാവും പകലുമാണ്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നേ? അച്ഛനമ്മമാർ എന്ന പദം നമ്മൾ വിഗ്രഹിക്കുമ്പോ എങ്ങനെയാ എഴുതുന്നേ? അച്ഛനും അമ്മയും എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോ 4-5 എന്ന പദം വിഗ്രഹിക്കുമ്പോ 4ഉം 5ഉം എന്നാണ് നമ്മളുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ അങ്ങനെയല്ല. എണ്ണൽ സംഖ്യകൾ വിഗ്രഹിക്കുമ്പോ 4ഓ 5ഓ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ 5-6 എന്ന പദം വിഗ്രഹിക്കുമ്പോ നമ്മൾ എന്തെന്നാ പറയേണ്ടത്? 5ഓ 6ഓ എന്നാണ് അല്ലെ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. 4-5 എന്ന് പറയുമ്പോ എന്റെ കയ്യില് 4-5 മിഠായി ഉണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ 4ഉം 5ഉം 9 എണ്ണം ഉണ്ടെന്നാണോ? അല്ല. ഒന്നില്ലെങ്കിൽ അത് 4ഓ അല്ലെങ്കിൽ 5ഓ ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എണ്ണൽ സംഖ്യകൾ വരുമ്പോ 4-5 4ഓ 5ഓ 5-6 5ഓ 6ഓ അത്തരം രീതിയിലാണ് നമ്മൾ വിഗ്രഹിക്കുക. ഇനി ഇത് ഏത് സമാസമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഘടക പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസത്തിന് നമ്മൾ എന്താ പറയുന്നേ? അത് ദ്വന്ദ്വ സമാസമാണ് അല്ലെ? ഘടക പദങ്ങൾക്ക്, അതായത് ഘടകപദം എന്ന് പറഞ്ഞാല് ഒരു പദത്തിന് 2 എണ്ണം. ഇപ്പൊ 5-6 എന്നത് സമസ്ത പദമാണ്. കൂട്ടിച്ചേരുന്ന പദത്തിന് നമ്മൾ സമസ്ത പദം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിഗ്രഹിച്ചു കഴിയുമ്പോൾ ഇവരെ നമ്മൾ ഘടകപദങ്ങൾ എന്നാണ് പറയുക. ഘടകപദങ്ങൾ. ഇത് പൂർവപദം, ഇത് ഉത്തരപദം. ഓക്കെ, ഇത് ആദ്യത്തേത് പൂർവപദം,
രണ്ടാമത്തേത് ഉത്തരപദം. ഇങ്ങനെ പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. ക്ലിയർ ആണോ? അപ്പൊ 5ഓ 6ഓ എന്നത് തുല്യ പ്രാധാന്യമുള്ളതായതുകൊണ്ട് ദ്വന്ദ്വ സമാസം. ഇവിടെ കയ്യും കാലും എന്നത് തുല്യ പ്രാധാന്യം, രാവും പകലും തുല്യ പ്രാധാന്യം, അച്ഛനും അമ്മയും തുല്യ പ്രാധാന്യം, അത്തരം രീതിയിൽ വരുന്നതൊക്കെ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. ക്ലിയർ ആണേ? അടുത്തേക്ക് നമ്മൾ പോവാണ്. മക്കളെ നോക്കിക്കോളൂ. ചേർത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്ന വിഭാഗത്തിൽ നിന്ന് PSC നമുക്ക് 13 വിഭാഗം സിലബസ് തന്നതിൽ ചേർത്തെഴുത്തിന് വേറെ ടോപ്പിക്, പിരിച്ചെഴുത്തിന് വേറെ, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ചോദ്യം ഉണ്ടാവാറുമുണ്ട്. അപ്പൊ നോക്കിയേ, കൽ പ്ലസ് മതമാണ് കൂടിച്ചേരുമ്പോ എന്ത് വരും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. കല് പ്ലസ് മതം കൂടിച്ചേരുമ്പോ എന്താവും? കന് പ്ലസ് മതം എന്നാവും. പിന്നീട് അത് കൂടിച്ചേർന്നിട്ട് നായും മായും ഒന്നായി കന്മതമായിട്ട് മാറും അല്ലെ? കന്മതമാണ്, കറക്റ്റ് ആണ്. അപ്പൊ കല് പ്ലസ് മതം കൂടിച്ചേരുമ്പോ കന്മതമാണ്, ശരിയാണ്. നമുക്കറിയുന്നതാണ് തിരുമുന്നധികം കാഴ്ച. തിരുമുന്നധികം കാഴ്ചേനെ നമ്മൾ എന്തെന്ന് പറയും? തിരുമുന്നിലെ കാഴ്ചേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? തിരുമുൽ കാഴ്ച എന്ന് പറയുന്നേ. തിരുമുൽ കാഴ്ച അറിയാലോ. പൊന്നധികം പണം, നമ്മൾ എന്താ പറയുന്നേ? പൊന്നധികം പണത്തിന് നമ്മൾ പൊൽപ്പണം എന്ന് പറയും അല്ലെ? പൊൽപ്പണം എന്ന് പറയും. അപ്പൊ അത്തരം രീതിയിൽ എന്ന് കൊടുത്താൽ എല്ലാവും, മിക്കയിടത്തും അങ്ങനെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എൻ എന്ന പദം പ്ലസിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചാല് ഉത്തരത്തിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എൽ എന്ന പദമായിരിക്കും കിട്ടുന്നത്. ഒന്നു മാറി ഒന്നു വരും. അപ്പൊ ഇത്തരം വാക്കുകളൊക്കെ ആദേശസന്ധിക്ക് ഉദാഹരണമാണെന്നും കൂടെ ഓർത്തു വെച്ചിരിക്കണം. കിട്ടിയല്ലോ? അടുത്തേക്ക് നമ്മൾ പോവാണേ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ലേത് എന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നുഴഞ്ഞു നോക്കരുത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, മുറിവൈദ്യൻ ആളെ കൊല്ലും, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക. ഇതിൽ ഏതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാല്? നമുക്കറിയാലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് തന്നെയാണ് അല്ലെ? എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കാണ്ട് വിട്ട് അത് കൂടിയിട്ടാണ് വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് പറയും അല്ലെ? ഇന്ന് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഇന്ന് തന്നെ നമ്മൾ പഠിച്ചു തീർക്കണം, എന്നിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. അത് നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടാൽ ഇങ്ങനെ അട്ടിക്ക് മീതെ അട്ടി വന്നിട്ട് നമുക്ക് ഇത് എവിടെന്ന് പഠിച്ചു തുടങ്ങും എന്നൊരു കൺഫ്യൂഷൻ ഉള്ള അവസ്ഥയിലേക്ക് വരും. അപ്പൊ ലാസ്റ്റ് ഒന്നും പഠിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പോകും. പക്ഷെ നമ്മൾ ആരും അങ്ങനെയല്ല. അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നാന്ന് ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ തുടരുക. അന്നാന്ന് പഠിക്കേണ്ടത് അന്നാന്ന് പഠിച്ച് തീർത്ത് പോവാ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കോളൂ. താഴെ പറയുന്നതിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നതാണ്. നമുക്കറിയാം ഏറ്റവും എളുപ്പമുള്ളതാണ് വചനം. PSC പരീക്ഷകൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വചനത്തിന്റെ ചോദ്യം വരാറുണ്ട് ഇല്ലേ? വചനം സിമ്പിൾ ആണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. വചനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ ഏകവചനം എന്ന് പറയും. എന്റെ കയ്യിലുള്ളത് ഒരു പേനയാണ്, പേന. അപ്പൊ അത് ഏകവചനമാണ്. ഇനി പേനകൾ എന്നാണെങ്കിൽ നമ്മൾ എന്തു പറയും? ഒരു വസ്തു ഒന്നിലധികമാണെങ്കിൽ നമ്മൾ അതിനെ ബഹുവചനം എന്ന് പറയും. പേനകൾ, മലകൾ, പുഴകൾ, പുസ്തകങ്ങൾ, അത്തരം രീതിയിൽ നമ്മൾ പറയും. ബഹുവചനത്തിനെ നമ്മൾ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആദ്യത്തേത് സലിംഗ ബഹുവചനമാണ്, രണ്ടാമത്തേത് അലിംഗ ബഹുവചനമാണ്, മൂന്നാമത്തത് പൂജക ബഹുവചനമാണ്. 3 രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. സലിംഗം, അലിംഗം, പൂജകം. കിട്ടിയോ? സലിംഗം, അലിംഗം, പൂജകം എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. സലിംഗമാണെങ്കിൽ അതിൽ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ ആണുങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നപുംസകം മാത്രമായിരിക്കും. ഒരു വിഭാഗക്കാര് മാത്രമേ സലിംഗത്തിൽ ഉണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ ആണുങ്ങൾ മാത്രം, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം, അല്ലെങ്കിൽ നപുംസകം, അതായത് ആണും പെണ്ണും അല്ലാത്തവ മാത്രം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സലിംഗമാണ്. അപ്പൊ നേരെ മറിച്ച് അലിംഗം എന്തായിരിക്കും? മിക്സഡ് ഗ്രൂപ്പ് ആയിരിക്കും. ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. മിക്സഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആണും പെണ്ണും ഒന്നിച്ചുള്ളതൊക്കെ അലിംഗമായിരിക്കും. അടുത്തത് പൂജകമാണ്.
ആക്ച്വലി ഈ പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഏകവചനമാണ് ട്ടാ, ഏകവചനമാണ്. ഇപ്പൊ ഗുരു എന്നത് ഒരാളേ ഉള്ളൂ, ബഹുമാനാർത്ഥം നമ്മൾ എന്ത് വിളിക്കുന്നു? ഗുരുക്കൾ എന്ന് വിളിക്കുന്നു. വൈദ്യൻ എന്നത് ഒരാളേ ഉള്ളൂ, പക്ഷെ ബഹുമാനാർത്ഥം നമ്മൾ വൈദ്യർ എന്ന് വിളിക്കുന്നു. സ്വാമി ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ സ്വാമികൾ എന്ന് വിളിക്കുന്നു. അവർ ഒരാളേ ഉള്ളൂ, അദ്ദേഹം ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ അവർകൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? തങ്ങൾ കണ്ടിട്ടില്ലേ, പള്ളിയിലൊക്കെ ഉള്ളത് തങ്ങൾ എന്ന് നമ്മൾ വിളിക്കും. കിട്ടിയില്ലോ? അതുപോലെ ഭീഷ്മൻ ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഭീഷ്മർ എന്ന് വിളിക്കും. ദ്രോണർ എന്ന് നമ്മൾ വിളിക്കും. ശല്യർ എന്ന് നമ്മൾ വിളിക്കും. ഇതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. നേരെ നമ്മളുടെ ചോദ്യത്തിലേക്ക് വരാണ്. സലിംഗ ബഹുവചനമാണ് നമുക്ക് കണ്ടെത്തണ്ടേ. മനുഷ്യർ, ദേവകൾ, വൈദ്യർ, അധ്യാപികമാർ. സലിംഗം. ഇതിൽ ഏത് വാക്ക് പറയുമ്പോഴാണ് ഒരേ ഒരു ജെൻഡർ മാത്രമുള്ളത് എന്ന് തോന്നുന്നേ? മനുഷ്യർ എന്ന് പറയുമ്പോ ആണും പെണ്ണും ഒന്നിച്ചുള്ളതാണ്, അപ്പൊ അത് അലിംഗമാണ്. വൈദ്യർ നമുക്കറിയാം ഏകവചനമാണ്, പക്ഷെ പൂജക ബഹുവചനമാണ്. അധ്യാപികമാർ എന്ന് പറയുമ്പോൾ ടീച്ചർമാർ മാത്രമാണ്, പെണ്ണുങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത് സലിംഗമാണ്. ദേവകൾ എന്ന് പറയുമ്പോൾ ദേവകളെ പറയുന്നതാണ്, അപ്പൊ അത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ല എന്നതാണ്. അപ്പൊ ഏതാണ് മക്കളെ ഉത്തരമായിട്ട് വരുന്നത്? സലിംഗം. അത് ഓപ്ഷൻ ഡി, അധ്യാപികമാരാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇത് നമ്മൾ കുറച്ചിങ്ങനെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, നോക്കിക്കോളൂ. കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകണം. നോക്കണേ, കളിക്കുന്നതിനും പഠിക്കാനും ചേർച്ചയില്ല. പഠിക്കുന്നതിനും കളിക്കാനും ചേർച്ചയില്ല. പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്, വലിയ കുഴപ്പമില്ല. പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ ഏതാ ശരിയായിട്ട് വരുന്നേ? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നാണ്? പൂജക ബഹുവചനമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാമികൾ, അവർ, അവൻ, അത്. നോക്കിയിട്ട് പറയൂ, ഏതാ പൂജകം? സ്വാമികളാണ് അല്ലെ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതും പൂജക ബഹുവചനം തന്നെയാണ്, അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് സ്വാമികൾ എന്നത് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വേദത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ശരിയായ ഒറ്റപ്പദം ഏത് എന്നതാണ് ചോദ്യം. വേദത്തെ സംബന്ധിച്ചതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈദികം, വേദത്വം, വേദി, വേദപം. ഏതാ മക്കളെ വേദത്തെ സംബന്ധിച്ചത്? വൈദികമാണ്. രാഷ്ട്രത്തെ സംബന്ധിച്ചതിന് നമ്മൾ എന്ത് പറയും? രാഷ്ട്രത്തെ സംബന്ധിച്ചതിന് നമ്മൾ എന്തെന്നാ പറയുന്നേ? അത് രാഷ്ട്രീയം എന്ന് പറയും. ദേശത്തെ സംബന്ധിച്ചതിനെ നമ്മൾ എന്ത് പറയും? ദേശത്തെ സംബന്ധിച്ചതിനെ നമ്മൾ ദേശീയം എന്ന് പറയും. അറിയാലോ? അതുപോലെ ഇഹലോകത്തെ സംബന്ധിച്ചതിനെ നമ്മൾ എന്താ പറയുന്നേ? ഇഹലോകത്തെ സംബന്ധിച്ചതിനെ നമ്മൾ ഐഹികം എന്ന് പറയും. അപ്പൊ പരലോകത്തെ സംബന്ധിച്ചതിനെ നമ്മൾ എന്താ പറയുന്നേ? പരലോകത്തെ സംബന്ധിച്ചതിനെ നമ്മൾ പാരത്രികം എന്നാണ് പറയുന്നേ. ഐഹികത്തിന്റെ വിപരീതമാണ് പാരത്രികം, ഓർത്തുവെക്കണം. അപ്പൊ അതേപോലെ ഓരോന്നിനെ സംബന്ധിച്ചത് എന്നത് ആ പദവുമായി ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വേദത്തെ സംബന്ധിച്ചതിനെ നമ്മൾ വൈദികം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം എന്ത് എന്നതാണ് ചോദ്യം. ക്ഷണികം എന്ന് പറഞ്ഞാൽ ക്ഷണനേരം കൊണ്ട്, പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ക്ഷണികം എന്ന് പറയുന്നത്. അപ്പൊ അക്ഷണികമാണോ, ശാശ്വതമാണോ, നശ്വരമാണോ, നൈമിഷികമാണോ? ഇതിലേതാണ് എന്നെന്നും നിലനിൽക്കുന്നത് എന്നർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നേ? അക്ഷണികം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നശ്വരം എന്ന് പറഞ്ഞാൽ എന്താണ്? നശ്വരം നശിക്കുന്നതാണ്. നമുക്ക് നശിക്കുന്നതല്ല, നശിക്കാത്തതാണ് വേണ്ടത്. നൈമിഷികം എന്ന് പറഞ്ഞാലാണ് എന്താണ്? നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നതാണ് അല്ലെ, നിമിഷ നേരം മാത്രം നിലനിൽക്കുന്നതാണ് നൈമിഷികം. അപ്പൊ ശാശ്വതമാണ്. ക്ഷണികത്തിന്റെ വിപരീതം ഏതാന്ന് ചോദിച്ചാല് ഓപ്ഷൻ ബി ശാശ്വതമാണ്. ശാശ്വതമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെന്നും നിലനിൽക്കുന്നതാണ് അല്ലെ, എന്നെന്നും നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നേ? ശാശ്വതം എന്ന് പറയുന്നേ. ശാശ്വതത്തിന്റെ വിപരീതമാണ്
നശ്വരം എന്ന പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നശ്വരത്തിന് അനശ്വരവും ഉണ്ട്, അതുപോലെ ശാശ്വതം എന്ന പദവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിലാവിന് ചന്ദ്രികയും കൗമുദിയും കൊടുത്തിട്ടുണ്ട്, തിങ്കളും ഭാസ്കരനും കൊടുത്തിട്ടുണ്ട്, നിശീധിനിയും രാവും കൊടുത്തിട്ടുണ്ട്, താരയും താരകവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചന്ദ്രിക, കൗമുദി, ജ്യോത്സന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഓപ്ഷൻ എ നിലാവാണ് അല്ലെ. ഇവിടെ നിശീധിനി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, താരകം എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്, തിങ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ, സൺഡേ സൂര്യനും മൺഡേ ചന്ദ്രനാണ് അല്ലെ, കറക്റ്റ് ആണ്. ഭാസ്കരൻ സൂര്യൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സുധാകരൻ ആരാണ്, സുധാകരൻ. അപ്പൊ ദിവാകരൻ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും, ദിവാകരൻ ആണെങ്കിൽ അത് സൂര്യനാണ്, സുധാകരൻ ആണെങ്കിൽ അത് ചന്ദ്രനാണ്. പനിമതി ആരാണ്, പനിമതി നിലാവാണോ ചന്ദ്രനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, പനിമതി ചന്ദ്രനാണ് കേട്ടോ. ചില കുട്ടികള് പനിമതി നിലാവാണെന്ന് പറയാറുണ്ട്, അല്ല, പനിമതി ചന്ദ്രനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശൈലിയാണ്, നമ്മളെ നാട്ടിലുള്ളതാണ്. ചില നാട്ടില് അമ്പല കമ്മിറ്റി പ്രസിഡന്റിനൊക്കെ നമ്മൾ പറയില്ലേ, ഈശ്വര നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് നമ്മൾ പറയില്ലേ, അമ്പലത്തിൽ വരുന്ന വഴിപാടൊക്കെ അയാൾ അടിച്ചു മാറ്റുകയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ കൊള്ളയടിക്കല്ല, അപ്പാടെ വിഴുങ്ങലാണ് അല്ലെ, മുഴുവൻ കൊള്ളയടിക്കുക, അമ്പലത്തെ വിഴുങ്ങുക, അമ്പലം ചുറ്റുക, എല്ലാം നശിപ്പിക്കുക. ഏതാണ്, മുഴുവനായിട്ട് കൊള്ളയടിക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയെങ്കിലും ബാക്കി വെക്കണ്ടേ, ഇത് അങ്ങനെയല്ല, അപ്പാടെ കൊള്ളയടിക്കുന്നതിനെ നമ്മൾ പറയും അമ്പലം വിഴുങ്ങുക എന്ന് നമ്മൾ പറയും. ഓക്കെ ആണല്ലോ, ശരി. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പദം നോക്കിക്കേ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിലേതാണ് ശരിയായ ഭഗവത്ഗീത? ഭഗവത്ഗീത ഇതാണ് അല്ലെ, ദിവ്യമായതാണ്, ദിവ്യമായ ഉപദേശമാണ് അല്ലെ. കൃഷ്ണൻ അർജുനന് നൽകിയത് വെറും ഉപദേശമല്ലല്ലോ, ദിവ്യമായ ഉപദേശമാണ്. അപ്പൊ ദിവ്യയുടെ ദായാണ് ഭഗവത്ഗീതയ്ക്കുള്ളത് എന്ന് ഓർത്തു വെക്കണം. ദേവസ്വം ബോർഡ് എഴുതുന്നവരുണ്ടെങ്കിൽ ഓർത്തോളൂ, നമ്മുടെ മഹാഭാരതത്തില് ഭീഷ്മ പർവത്തില് 25 മുതൽ 42 വരെയുള്ള അധ്യായത്തിലാണ് എന്തുള്ളത്, ഭഗവത്ഗീത ഉള്ളത്, ഓർത്തു വെച്ചിരിക്കണം. അടുത്തത് വിണ്ടലം എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നോളൂ. വിണ്ടലം എങ്ങനെയാണ്? അത് ഓപ്ഷൻ എ വിൺ പ്ലസ് തലമാണ് അല്ലെ. നോക്കിക്കേടാ, വിൺ പ്ലസ് തലമാണ്, കൂടിച്ചേരുമ്പോ എന്തായിട്ട് മാറുന്നേ, വിൺ പ്ലസ് ഡലമായിട്ട് മാറുന്നേ. വിൺ പ്ലസ് ഇണ്ടയാണ് അല്ലെ, എണ്ണും ഡായും കൂടിയിട്ട് വിണ്ടലം എന്നായിട്ട് മാറും. ഇവിടെ എന്ത് സന്ധിമാറ്റം വന്നു, ഇവിടത്തെ ത് എന്ന വർണ്ണം പോയി, എന്ത് വന്നു, ട് എന്ന വർണ്ണം വന്നു. ഒന്ന് പോയി ഒന്ന് വന്നാൽ ഇവിടെ വരുന്നത് ആദേശ സന്ധിയാണ്. കറക്റ്റ് അല്ലേ, ഒന്ന് പോയി ഒന്ന് വന്നാൽ വരുന്നത് ആദേശ സന്ധി. സെറ്റാണേ. അടുത്തേക്ക് നമ്മൾ പോവാണ്. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം ഏത് എന്നാണ്. തലയുടെ വേദന, തലയും വേദനയും, തലയിലെ വേദന, തലയ്ക്കുള്ള വേദന. ഭയങ്കര കൺഫ്യൂഷൻ. എക്സാം ഹാളിൽ ഉണ്ടല്ലോ, ഈ ചോദ്യം വായിച്ചപ്പോ കുട്ടികൾ പറയുന്നത് അത്രേ നേരമില്ലാത്തൊരു തലവേദന എവിടെന്നോ കയറി വന്നു എന്നാണ്. കാരണം എന്താണ്, നമുക്ക് കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന ഓപ്ഷൻസ് ആണ്. തലവേദന എന്ന് പറയുമ്പോ ഓക്കെ, തലയുടെ വേദന, അല്ലെങ്കിൽ ഇപ്പൊ തലയും വേദനയും, തലയിലെ വേദന, തലയ്ക്കുള്ള വേദന, എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ തലവേദന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി തലയിലെ വേദനയാണ് കേട്ടോ. ഇവിടെ തലയിലെ എന്നല്ലേ, ല്ലേ എന്ന് പറയുമ്പോ എ എന്ന ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. എ എന്ന ശബ്ദത്തിൽ അവസാനിച്ചാൽ അവിടെ വരുന്ന തൽപുരുഷൻ ഏതായിരിക്കും, പ്രതിയെ എന്ന് നമ്മൾ പറയും. അപ്പൊ പ്രതിഗ്രാഹിക തൽപുരുഷനാണ് അല്ലെ. അവിടെ വരുന്ന തൽപുരുഷൻ ഏതാന്ന് ചോദിച്ചാൽ അത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. മക്കളെ വിഭക്തി പ്രത്യയങ്ങൾ അറിയാമോ? നോക്കിക്കേ, നമുക്ക് 7 എണ്ണം ഉണ്ട്. നിപ്രസം, ഉപ്രസം, ആ എന്നാണ് നമ്മൾ പറയാ. ആദ്യത്തേതാണെങ്കിൽ തന്മ നിർദ്ദേശിക കർത്ത എന്നാണ്. ഇതിന് പ്രത്യേകിച്ച് വിഭക്തികളൊന്നുമില്ല. ഇതുപോലെ എ എന്ന് പറഞ്ഞിട്ടുള്ള വിഭക്തികളൊന്നും തന്നെ
നിർദ്ദേശികക്കില്ല എന്നതാണ്. രണ്ടാമത്തേതിനെ നമ്മൾ പ്രതിഗ്രാഹിക എന്നാണ് പറയുക. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പ്രതിഗ്രാഹിക, പ്രതിയെ പിടിച്ചു എന്നാണ്. എ എന്ന ശബ്ദത്തിൽ അവസാനിക്കുമ്പോ പ്രതിഗ്രാഹിക. അടുത്തത് സംയോജികയാണ്. നമ്മൾ പണ്ടത്തെ ഓട് വീടുകളിലൊക്കെ ഓടിങ്ങനെ സംയോജിപ്പിക്കും, എന്നിട്ടല്ലേ വീട് മേയുന്നേ. അപ്പൊ ഓടാണ് സംയോജികയുടെ വരുന്നേ. അടുത്തത് ഉദ്ദേശികയാണ് ട്ടോ. ഉദ്ദേശിക, നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ നമ്മളെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ പോവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം, അശ്ശോ ഇതെന്റെ ഒപ്പം പഠിച്ച കുട്ടിയല്ലേ, ഏയ് ഹലോ നിക്ക് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കില്ലേ. എങ്ങനെയാ വിളിക്കുക? നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക അല്ലെ. അപ്പൊ ന്യൂവും കീയും ഉദ്ദേശിക തൽപുരുഷന്റേതാണ് എന്നോർക്കണം. അടുത്തത് പ്രയോജികയാണ്. ഏത് മരം കൊണ്ടാണ് നമുക്ക് പ്രയോജനമുള്ളത്? ഓസോൺ ഒക്കെ തരുന്നത് അന്തരീക്ഷത്തിലേക്ക്, അത് ആൽമരമാണ് അല്ലെ. ആൽമരമാണ്. അപ്പൊ ആൽ എന്ന് വന്നാല് പ്രയോജികയാണെന്ന് ഓർക്കണം. അടുത്തതാണെങ്കിൽ സംബന്ധികയാണ് അല്ലെ. സംബന്ധികയുടെ പ്രത്യയങ്ങള് ന്റെയും ഉടേയുമാണ് ട്ടോ. ന്റെയും ഉടയും സംബന്ധികയാണ്. ഏറ്റവും അവസാനത്തത് ആധാരികയാണ്. നമ്മൾ എവിടെയാ ആരാധിക്കുക? കല്ലിലാണ് അല്ലെ. അപ്പൊ കല്ലും ഇല്ലുമാണ് ആധാരിക തൽപുരുഷന്റേതെന്ന് ഓർത്തു വെക്കണം. കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ 7 വിഭക്തി പ്രത്യയങ്ങള്. നിർദ്ദേശികയ്ക്ക് ഒന്നും തന്നെയില്ല. പ്രതിഗ്രാഹികയാണെങ്കിൽ പ്രതിയെ പിടിച്ചു എന്നോർക്കണം. സംയോജികയാണെങ്കിൽ ഓട് സംയോജിപ്പിച്ചു എന്നോർക്കണം. ഉദ്ദേശികയാണെങ്കിൽ നിക്ക് 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 എന്ന കോഡ് ഓർക്കണം. പ്രയോജികയാണെങ്കിൽ ആൽമരം കൊണ്ട് പ്രയോജനമാണ് എന്നോർക്കണം. സംബന്ധികയാണെങ്കിൽ ന്റെയും ഉടേയും ഓർക്കണം. ആധാരികയാണെങ്കിൽ കല്ലിൽ എന്നുള്ളത് ഓർത്തുവെക്കണം. കിട്ടിയല്ലോ. അപ്പൊ ഇവിടത്തെ ചോദ്യം തലവേദനയായിരുന്നു. അത് തലയിലെ വേദനയാണ്. ആദ്യത്തെ പദം എ എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് അത് പ്രതിഗ്രാഹിക തൽപുരുഷന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് മക്കളെ, നോക്കിക്കോളൂ. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത് എന്നാണ്. കാഞ്ചനം, മാലേയം, കോടീരം, ഗോരോചനം. ഇതിലേതാണ് ചന്ദനം എന്ന വാക്കിന് സമാനമായത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. മാലേയം, മലയജം, പാടീരം, ഗന്ധസാരം. ഇതെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ്? ഈ 4 ചന്ദനത്തിന്റെ പര്യായമാണ്. ഓർത്തുവെക്കണേ. ചന്ദനം എന്ന വാക്കിന് ഗന്ധം, നല്ല ഗന്ധം ഉണ്ടാവും. തൊട്ടാല് എന്റെ നെറ്റത്ത് പാടില്ലേ, നെറ്റത്ത് പാടുണ്ടാവും. പിന്നെ മാലേയം, മലയജം, ഇതെല്ലാം ചന്ദനമാണ്. ഓർത്തുവെക്കണം. അപ്പൊ ചന്ദനക്കട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്. അതാരാണ് രചിച്ചതെന്ന് ഒന്ന് മക്കളൊന്ന് ഓർത്തെടുത്ത് പറയണം. അടുത്തത് ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്തു പറയും? ഉണ്മയാണോ, ജാഗരമാണോ, നിരതമാണോ, ബോധനമാണോ? ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക്, ഇപ്പൊ കള്ളന്മാരൊക്കെ നാട്ടിൽ പെരുകുമ്പോ നമ്മൾ ഇങ്ങനെ ഉണർന്നിരിക്കും അല്ലെ. ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നത് ജാഗരം എന്നാണ്. അപ്പൊ അതിന്റെ വിപരീതം എന്താണ്? നല്ല മഴയും തണുപ്പും വരുമ്പോ നമ്മള് പുതപ്പൊക്കെ പുതച്ചിട്ട് സുഷുപ്തിയാണ് അല്ലെ. ജാഗ്രതയുടെ വിപരീതം, ജാഗരത്തിന്റെ വിപരീതം സുഷുപ്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഏതാണ് കറക്റ്റ്? ജാഗ്രതാവസ്ഥയാണോ ശരി, അതോ ജാഗ്രതവസ്ഥയാണോ? മക്കളെ ശരിയായിട്ട് വരുന്നേ ജാഗ്രതാവസ്ഥയാണോ ജാഗ്രതാവസ്ഥയാണോ? അത് ജാഗ്രതാവസ്ഥയാണ് ട്ടോ. ജാഗ്രതാവസ്ഥയാണ് ഇവിടെ തന്നിട്ടുള്ളതില് രണ്ടാമത്തതാണ് ശരിയായത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണേ. തിരുവടി എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തന്നേ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാലോ. ഇവിടെ വ എന്നൊരു സാധനം കാണുന്നുണ്ട്. അപ്പൊ ഇത് ആഗമസന്ധിയായിരിക്കും മിക്കവാറും. അപ്പൊ നമ്മൾ നോക്കുകയാണ്, ഓപ്ഷൻസ് വായിക്കുമ്പോ തിരു പ്ലസ് അടിയാണ് അല്ലെ. തിരു പ്ലസ് അടിയാണ് കൂടിച്ചേരുമ്പോ എന്തായിട്ട് മാറുന്നേ? തിരു പ്ലസ് അടിയാണ് കൂടിച്ചേരുമ്പോ തിരുവടി എന്നായിട്ട് മാറുന്നേ. ഇവിടെ അടി, ഇവിടെ വടിയാണ്. നോക്കുമ്പോ വ് എന്ന വർണ്ണം ആഗമിച്ചു അല്ലെ. വ് എന്ന വർണ്ണം ആഗമിച്ചു. അങ്ങനെ ഇത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ട്ടോ. തിരുവടി ആഗമസന്ധിയാണ്, കറക്റ്റ് ആണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാലേ നമ്മുടെ ഉപ്പുറ്റി ഉണ്ടല്ലോ, ഫുട്ട്, ആ ഭാഗത്തിനെയാണ് നമ്മൾ കുതികാല് വെട്ടുക എന്ന് പറയുന്നത്. ആ ഭാഗമാണ് കുതികാല്. അവിടെ വെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും? വഞ്ചിക്കുക, ഉയർച്ച തടയുക, അവസാനിപ്പിക്കുക, ചില്ല മുറിക്കുക. ഇതിൽ ഏതായിരിക്കും മകളെ? കുതികാൽ വെട്ട് എന്ന് പറഞ്ഞാല് വഞ്ചിക്കുക എന്നത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ
ഉയർച്ച തടയുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവസാനിപ്പിക്കുക എന്ന പദം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ വഞ്ചിക്കുക, അവസാനിപ്പിക്കുക 1, 3 ശരിയായിട്ട് വരുന്ന ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. ഉയർച്ച തടയുക എന്നത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചില്ല മുറിക്കൽ എന്തായാലും ഇല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാല് കുതികാൽ വെട്ടെന്ന് പറഞ്ഞാല് നമുക്ക് 1ഉം 2ഉം. അപ്പൊ ഇവർ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം ആയിരിക്കും ട്ടോ. പക്ഷെ ആക്ച്വലി നമുക്ക് അവസാനിപ്പിക്കുക എന്നതും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരാളുടെ വളർച്ച തടഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ PSC ഇപ്പൊ നിലവിൽ തന്നിരിക്കുന്നത് വഞ്ചിക്കലും ഉയർച്ച തടയലുമാണ്. അപ്പൊ ബി 1ഉം 2ഉം ശരി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ് പ്രത്യേകത പൂജക ബഹുവചനത്തിന്റെ? ആക്ച്വലി ഈ പൂജക ബഹുവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകവചനമാണ്. നമ്മളൊന്ന് പൊക്കി പറയുന്നതാണ്. പുഷ്പങ്ങൾ, വൈദ്യർ, അധ്യാപകർ, ദേവകൾ. ഏതാ ഉത്തരമായിട്ട് വരുന്നേ? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അത് ഓപ്ഷൻ ബി വൈദ്യരാണ് അല്ലെ. വൈദ്യരാണ് എന്തിന് ഉദാഹരണമായിട്ട് വരുന്ന പൂജക ബഹുവചനം. ഇങ്ങോട്ടേക്ക് നോക്കിയേ, അധ്യാപകർ എന്ന് പറയുമ്പോ എന്തിനാ ഉദാഹരണം? അധ്യാപകരെ നമ്മളൊന്ന് പിരിച്ചു നോക്കുമ്പോ അതിൽ ആരൊക്കെ ഉണ്ട്? അധ്യാപകന്മാരുണ്ട്, മെയിലുണ്ട്. അതോടൊപ്പം തന്നെ അധ്യാപികമാർ എന്ന് പറഞ്ഞ ഫീമെയിൽ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അധ്യാപകർ എന്ന മിക്സഡ് ഗ്രൂപ്പ് ആയത്. അപ്പൊ ഇത് എന്തായിരിക്കും? മിക്സഡ് ആണെങ്കിൽ അത് അലിംഗമായിരിക്കും. ഓർത്തു വെച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത് എന്നതാണ് ചോദ്യം. തെറ്റായതാണ് കണ്ടെത്തണ്ടേ. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹത്തിന് ജിജ്ഞാസ എന്ന് പറയും. ഇത് കറക്റ്റ് ആണ്. ഉത്തരവാദിത്വം PSC നേരത്തെ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് തന്നിരുന്നത് അല്ലെ. ഉത്തരവാദിത്വം, അപ്പൊ അതും ശരി. ആസ്തിക്യം എന്ന് പറയുമ്പോ അതും ശരിയാണ്. ആസ്തിക്യത്തിന്റെ വിപരീതം നാസ്തിക്യമാണ് ട്ടോ. നാസ്തിക്യമാണ്, ഓർത്തു വെക്കണം. ആദരാജ്ഞലി അങ്ങനെയല്ല നമ്മൾ പറയാ. നമ്മൾ എങ്ങനെയാ പറയുന്നേ? ആദരാജ്ഞാജായാണ് അല്ലെ. ചേടാ, ാണ് നമ്മൾ പറയണ്ടേ. ആദരാഞ്ജലി എന്നാണ് നമ്മൾ പറയണ്ടേ. ഓക്കെ, അപ്പൊ ഇതാണ് തെറ്റായത്. ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ്. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീതമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. പ്രാചീനത്തിന്റെ വിപരീതം ആധുനികം, പുരാതനം, അർവാചീനം, അപ്രാചീനം. നോക്കിയിട്ട് പറയാമോ? പ്രാചീനത്തിന്റെ വിപരീതം പ്രാചീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയത് എന്നാണ്. അപ്പൊ പുതിയത് എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയത് പ്രാചീനത്തിന്റെ വിപരീതം ഓപ്ഷൻ സി അർവാചീനമാണ്. ഓർക്കണം. പുരോഗതിയുടെ വിപരീതം എന്താ? പുരോഗതിയുടെ വിപരീതം സാധാരണ നമ്മൾ അധോഗതി എന്ന് പറയുമെങ്കിലും PSC അധോഗതിയോടൊപ്പം നമുക്ക് പാശ്ചാത്ഗതി എന്നൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഉത്തരമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പുരോഗതി, പാശ്ചാത്ഗതി കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനമേ അധോഗതിക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ അല്ലേ? ഇനി പ്രാക്തനം എന്ന വാക്കിന്റെ വിപരീതം എന്താ? പ്രാക്തനം എന്ന വാക്കിന്റെ വിപരീതം പ്രാക്തനം എന്ന് പറഞ്ഞാൽ പഴയതാണ്. അപ്പൊ പുതിയത് എന്നുള്ള അർത്ഥത്തിൽ അധുനാതനം എന്ന പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അധുനാതനം എന്ന പദം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത് എന്നതാണ് ചോദ്യം. മഞ്ഞ് എന്ന് അർത്ഥം വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നീഹാരം, തുഷാരം, തുഹിനം, നിധനം. നോക്കിയിട്ട് പറഞ്ഞേ മക്കളെ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മഞ്ഞ് എന്നർത്ഥം വരാത്തത് നീഹാരം, തുഷാരം, തുഹിനം, നിധനം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഹിമം, നീഹാരം, പ്രാലേയം എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞിന്റെ പര്യായമാണ്. ഇവിടെ നിധനമാണ് മഞ്ഞ് എന്നർത്ഥം വരാത്ത പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അടുത്തത് പാദപങ്കജമാണ്. എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാൻ പറ്റും? പാദമാകുന്ന പങ്കജം, പാദത്തിലെ പങ്കജം, പാദവും പങ്കജവും, പങ്കജമാകുന്ന പാദം. നോക്കിയിട്ട് പറഞ്ഞേടാ. പാദപങ്കജം, അതായത് കാലിനെ താമരയോട് ഉപമിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ പാദമാകുന്ന പങ്കജമാണ്. പാദമാകുന്ന പങ്കജത്തിന്
നമ്മൾ പാദപങ്കജം എന്ന് പറയും. ആകുന്ന എന്ന് വരുമ്പോ ഇവിടെ വരുന്നത് രൂപക തൽപുരുഷനാണ് അല്ലെ. ആകുന്ന എന്ന് വരുമ്പോ ഇവിടെ വരുന്നത് രൂപക തൽപുരുഷനാണ്, ഓർത്തു വെച്ചിരിക്കണം. ഇനി ആയ എന്ന് വന്നാൽ അവിടെ വരുന്നത് കർമ്മധാരയനാണ് അല്ലെ. ആയ എന്ന് വന്നാൽ അവിടെ വരുന്നത് കർമ്മധാരയനാണ് എന്നും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പതുക്കെ പറഞ്ഞാലും പന്തളത്തു കേൾക്കാം. മടിയൻ മല ചുമക്കും. നിലയ്ക്ക് നിന്നാൽ മലയ്ക്കു സമം. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഇതിലേതാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്? മെല്ലെ തിന്നാൽ, നമ്മൾ പറയില്ലേ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്ന പോലെ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്നർത്ഥത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നു. കടൽ പ്ലസ് പുറം ചേർത്തെഴുതുമ്പോൾ എന്ത് വരും? കടൽപ്പുറം, കടൽപ്പുറം, കടപ്പുറം, കടാപ്പുറം. ഈ കടാപ്പുറത്ത് പാടി നടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയൂ അല്ലെ. കടൽ പ്ലസ് പുറം കൂടി ചേരുമ്പോ അത് ഓപ്ഷൻ സി കടപ്പുറമാണ് കേട്ടോ. കടപ്പുറം എന്നത് പിരിച്ചെഴുതുമ്പോ അത് കടൽ പ്ലസ് പുറമാണ്, ഓർത്തുവെക്കുക. ഡിയേഴ്സ്, അപ്പൊ നമ്മൾ ബ്രഹ്മാസ്ത്ര 2.0 എന്ന പേരിൽ ഒരു കംപ്ലീറ്റ് GK റിവിഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 6-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ GKയും കംപ്ലീറ്റ് GK റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ SBCID ഡിഗ്രി മെയിൻസ് എക്സാം ഉണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI മെയിൻസ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു GK ക്വിക്ക് റിവിഷൻ കോഴ്സ് ആണ്. അപ്പൊ മാക്സിമം ആളുകൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യുക, പരമാവധി പേര് ക്ലാസ് കണ്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പൊ ഞാൻ എടുത്ത ക്ലാസിന്റെ PDF വേണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മളുടെ ആപ്പില് ഫ്രീ കോഴ്സ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക. ആ ഫ്രീ കോഴ്സിൽ നമ്മൾ മലയാളം റിവിഷൻ എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും അതിന്റെ PDF നോട്ടും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് കണ്ടതിന് ശേഷം PDF നോട്ടും കൂടെ കണ്ടിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്താം. അപ്പൊ ഹാപ്പി ലേണിംഗ്.